ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നിസ്കാരക്കുപ്പായം, പെണ്ണുങ്ങളെ നിസ്കാരക്കുപ്പായം എൻ്റെ കാലിൻ്റെ ഭാഗത്തുണ്ടായിട്ട് ഉറങ്ങിയിട്ടില്ല. അത് തലൻ്റെ മേലെ അവിടെ കൊണ്ടേക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച പ്രത്യേകിച്ച വസ്ത്രമാണ്. അയിമ്മൽ അല്ലാഹു തആല സ്വർഗ്ഗം തന്നെങ്കിലുണ്ട്. ഞാൻ നിസ്കാരക്കുപ്പായം, ഒരു മുസല്ല, അതിൻ്റെയൊക്കെ ബർക്കത്താണ് നോക്കിയാൽ മതി പറഞ്ഞിരുന്നത്. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല. ഒരു നിസ്കാരക്കുപ്പായം കാൽഭാഗത്ത് ചിലപ്പോൾ ഉണ്ടല്ലോ പെണ്ണുക്ക് നിസ്കരിച്ചിട്ടൊരു പിന്നെ അവിടെ ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഒരു കസേര ഉണ്ടാവും. എന്നിട്ട് അവിടെ ആണ് ചുരുട്ടി അവിടെ വെക്കും. അതെല്ലാം എല്ലാ അവസ്ഥ അങ്ങനെയാണ്. പോലും ഓതാനൊക്കെ ഉഷാറാണ്, പക്ഷെ ബഹുമാനം അറിയില്ല. ഞാൻ അവിടുന്ന് കണ്ണിൽ കണ്ടാൽ എടുക്കും. അവിടെ ഒരാൾ കിടക്കുന്നുണ്ടെങ്കിൽ പൊടിപ്പത് വർത്താനം പറയും. എനിക്ക് എങ്ങനെ ധൈര്യം വന്ന് ഇവിടെ കിടക്കാൻ? അള്ളാഹ്ക്ക് വേണ്ടി കുമ്പിടാൻ വേണ്ടി പ്രത്യേക ഒരു വസ്ത്രമാണല്ലോ. എന്ത് അങ്ങനെ നമ്മൾ താഴൊക്കെ വിരിച്ചാണ് താഴെ വശം കഴിക്കും, സുന്നത്ത് അല്ല തന്നെ. പക്ഷെ എന്ത് ഇരിക്കരുത്? മുസല്ല ഇരിക്കരുത്. മുസല്ല എനിക്ക് തിന്നാണ്ടാക്കിയതല്ല, മുസല്ല അള്ളാഹ്ക്ക് ഭാഗത്തൊക്കെ ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടത് അദബ ആണോ അല്ലേ? നിസ്കാരം നോൽപ്പൊക്കെ ഉണ്ട്, എന്തില്ല അദബ് എന്ന് പറഞ്ഞ സാധനമില്ല. എൻ്റെ നാട്ടിൽ കുമാരൻ എന്നൊരു ടൈലർ ഉണ്ടായിരുന്നു. അയാൾ മരിച്ചു. റബീഉൽ അവ്വലിൻ്റെ അന്ന് അവലും വെള്ളവും ശർക്കരയൊക്കെ കൂട്ടിയിട്ട് നല്ല ഒരു ബക്കറ്റ് നിറയെ അവലും വെള്ളം പച്ചവെള്ളം, അവലും ശർക്കരയും. അക്കാലത്ത് അതാണ് കയ്യ. ഒരു പേക്കോ 2 പേക്കോ മുട്ടായി. എന്നിട്ട് ഇത്ര പോകുന്ന വർണ്ണക്കടലാസിൻ്റെ കൊടിയും ഇറക്കി മദ്രസയിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികൾക്കൊക്കെ കുമാരന് ഇത് കൊടുക്കും. കാരണം ഇന്ന് നബിയുടെ ജന്മദിന. ആ കുമാരൻ്റെ അന്തം ഇല്ലാതൊക്കെ 5 വക്കത്ത് നിസ്കരിക്കണോന് എൻ്റെ അയൽവാസിയായ കുമാരൻ്റെ അന്തല്ല. അപ്പം കുമാരനല്ലേ, ഓനോട്ട് അതിലോട്ട് അടിച്ചോണ്ട് ഉത്തരുന്നാൽ മതിയല്ലോ. നബിൻ്റെ ജന്മദിന. അപ്പോൾ എന്തും ചെയ്യുന്നറിയോ? ആ ടൈലർ മെഷീനൊക്കെ മറ്റേ വർണ്ണക്കടലാസ് ഒട്ടിക്കും. നബിയുടെ ജന്മദിന. അതൊരന്താണോ അല്ലേ പറയാം? അതല്ലേ അന്തം. ആ കുമാരൻ്റെ അന്തം വഹാബിക്കില്ല. പിന്നെ കത്തം തീർത്തിട്ടാണ് തെറാവി സ്കെച്ച്. അതിനെന്താ കാര്യം? ആരെ കത്തം തീർക്കാൻ പറഞ്ഞു? നബിക്ക് കത്തം തീർത്താണ്ട് ഒരു തെറാവി സ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നബി വഫാത്താണിൻ്റെ 3 ദിവസം മുമ്പാണ് അവസാനം താഴത്തിറങ്ങി. അത് റബീഉൽ അവ്വലാണ്. അപ്പം ഇനി കത്തം തീർക്കണമെങ്കിൽ നബിക്ക് പിറ്റേത്തെ റമദാൻ വരണം. അപ്പം കത്തം തീർക്കാൻ ഭാഗ്യമില്ലാത്ത ആളാണ് ആര്? നബി. കാരണം അവസാനത്തെ ആയത്തിറങ്ങണത് ഖബ്ല 3 ലയാലിൻ മിൻ വഫാത്തി റസൂലില്ലാഹ്. റബീഉൽ അവ്വൽ 12-ന് വഫാത്താണിൻ്റെ 3 ദിവസം മുമ്പാണ് അവസാനത്തെ ആയത്തിറങ്ങണത്. അവസാനത്തെ ആയത്തും കൂടി ഇറങ്ങിയാലല്ലേ എന്തിനു പറ്റുള്ളൂ? കത്തം തീരും. അപ്പോൾ കത്തം തീർത്ത് തെറാവി നിസ്കരിക്കാത്ത ആളാണ് ആര്? നബി. നമ്മളെ പള്ളിക്കലൊക്കെ എല്ലാ കൊല്ലവും 1ഉം 2ഉം കത്തം തീരും തെറാവി തന്നെ. അപ്പം നബിനേക്കാളും നമ്മളൊക്കെ അന്തമാണടാ. അന്തം പീടിയെന്ന് വാങ്ങിയാൽ കിട്ടില്ല. അത് ഉമ്മാൻ്റെ പള്ളിയിൽ നിന്ന് തന്നെ പോരും അന്തമാണ്. ബാബ മുതുകിന്ന് കുത്തുബായി വന്നു. ഇവിടെ വന്നിട്ടല്ല, ഇവിടെ വന്നിട്ട് കിട്ടലും മദ്രസ ഈമാൻ കിട്ടലും ഉമ്മാൻ്റെ പള്ളിയിൽ നിന്ന് കിട്ടണം. ബാബ മുതുകിന്ന് കുത്തുബായി വന്നോവർ. ഇവിടെ മദ്രസ ദർസൊക്കെ ഇവിടെ വന്നിട്ട് കിട്ടും. ഈമാൻ ബാപ്പാൻ്റെ മുതുകിന്ന് കിട്ടണം. അതിന് ആ ജാതി ബാപ്പയാകണം. ഫൾഫർ ബിദാത്തിദ്ദീൻ. ആ ജാതി ബാപ്പ, ആ ജാതി ഉമ്മ. ഞാൻ വലിയൊരു ബാപ്പൊക്കെ ജനിച്ചതാണ്. എൻ്റെ ബാപ്പ സാധാരണ ബാപ്പയല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ബാപ്പയാണ്. ആ ബാപ്പാൻ്റെ മുത്തഫത്താണ് ഞാൻ വലുപ്പത്തരം പറയല്ല, എൻ്റെ ബാപ്പാൻ്റെ വലുപ്പത്തരം പറയാം. അപ്പം ഞമ്മക്ക് ഇവരൊക്കെ തീരും. ആരും കളിക്കണ്ട. ഞമ്മക്ക് നമ്മളെല്ലാവരും നമ്മൾ ഇവിടുന്ന് അവസാനിച്ചു എന്ന് ആര് വിചാരിച്ചാലും വിട്ടിയാണ്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഓരോരുത്തർ വിചാരിക്കും കാസിമി കഴിഞ്ഞു. ഇന്നില്ല, എൻ്റെ വീട്ടിയെ എനിക്ക് വേറെ വല്ല പണിയെടുത്തോളെ. നമ്മൾ ഇൻഷാ അല്ലാഹ് മരണം വരെ ഇവിടുന്നില്ലാതാവില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞ പ്രസംഗങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം പിന്നെ എന്നോട് അസൂയ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. മരിച്ചില്ലേ? ഞാൻ വലുപ്പത്തരം പറയല്ല. അത് ബാപ്പാനെ മുതുകുന്ന് കിട്ടിയതാണ് എനിക്ക് എൻ്റെ റബ്ബിൻ്റെ സഹായത്താൽ. ഞാനത് പഠിച്ചതല്ല, എല്ലാം കൂടെ ബാപ്പാനെ മുതുകുന്ന് കിട്ടിയതാണ്. അപ്പം അങ്ങനെ അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. ഞാൻ വലുപ്പത്തരം പറയല്ല, ബാപ്പാനെ വലുപ്പത്തരം പറയാം.
ബാപ്പാൻ്റെ വലുപ്പത്തരം പറയാം. ബാപ്പാൻ്റെ വലുപ്പത്തരം പറയണത്, എൻ്റെ വലുപ്പത്തരമല്ല, ബാപ്പാൻ്റെ വലുപ്പത്തരം പറയാം. ഞാൻ നിൻ്റെ മകനെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഓനിന്ന് ദർസക്ക് വരാനൊരു മടി, ഞാൻ SSLC പഠിക്കുകയാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മൂത്തോടം പഞ്ചായത്തിലുള്ള ഏകദേശ പള്ളിയൊക്കെ എൻ്റെ ബാപ്പാൻ്റെ ബാപ്പ കയറ്റിയതാണ്. മൂത്തോടം പഞ്ചായത്തിലെ ഏകദേശ പള്ളിയൊക്കെ ഇഞ്ച ബാപ്പാക്ക് വയറ് പറഞ്ഞുണ്ടാക്കിയ. അങ്ങനെ ബാപ്പയും സംഭാവന കൊടുക്കും. ആദ്യം സംഭാവന ബാപ്പ കൊടുക്കുക. അങ്ങനെയാണ് മൂത്തോടം പഞ്ചായത്തിലെ ഏകദേശ പള്ളിയൊക്കെ ഇഞ്ച ബാപ്പ ഉണ്ടാക്കിയത്. അവനോട് പറഞ്ഞു. മറ്റേവൻ പോണില്ല. ഓൻ്റെ വാപ്പ അന്ന് കന്നൂട്ട. എൻ്റെ വാപ്പാൻ്റെ വാപ്പ കന്നൂട്ടല്ല. എൻ്റെ വാപ്പാൻ്റെ ഒക്കെ പള്ളി മദ്രസ ഉണ്ടാക്കിയ കാലത്ത് ഇജിപ്പോൾ മദ്രസ ഒരു ദർസ് നിർത്തിയിട്ട് SSLC എഴുതാൻ പോണ എൻ്റെ ചങ്ങായിൻ്റെ വാപ്പ കന്നൂട്ട. അപ്പോൾ ഓനത് മതി, കന്നും പൂട്ടുന്ന കാര്യം നോക്കാൻ കിട്ടിയ ഓന് മതി. ഓൻ്റെ ഇർസാദാണ്. അതേസമയത്ത് എൻ്റെ ഇർസാദല്ല. ഞാൻ വലുപ്പത്തരം പറയല്ല. നമ്മൾ ചിന്തിക്കണം. നമ്മളെ ബാപ്പാക്ക് സുന്നിയത്തിലൊരു യഖീനുണ്ടാകണം. അപ്പോഴേ ആർക്കുണ്ടാവുള്ളൂ, നമുക്കുണ്ടാവുള്ളൂ. ബാപ്പ ഒറിജിനലാണ്. തല കുട്ടിയാൽ അവിടെ തന്നെ നോക്കും. ഈ ലോകത്തട ഒരു മാത്തം എന്ന് പറഞ്ഞാൽ നബിയെ തിരിയലല്ലേ, അത് തിരിയില്ല എന്ന് തിരിഞ്ഞവനാണ് ആര്? സുന്നി. സുന്നി പറഞ്ഞാൽ എന്താ സുന്നിയും മുജാഹിദും വ്യത്യാസം? മുജാഹിദ് നബി തിരിഞ്ഞു, അതൊരു ഖുർആൻ തരാൻ വേണ്ടി വന്ന ഒരാളാണ്. അപ്പം തിരിഞ്ഞു. ആര്? മുജാഹിദിനെ നബിയെ തിരിഞ്ഞു. സുന്നിക്കോ ഒരിക്കലും തിരിയില്ല, തിരിയൂല്ല. അപ്പം നബിനെ തിരിഞ്ഞോലൊപ്പം കൂടുകയാണെങ്കിൽ ആരൊപ്പം കൂടിക്കോളി? മുജാഹിദിനെ മുജവാബിൻ്റെ ഒപ്പം കൂടിക്കോളി. അവർക്ക് നബിയെ തിരിഞ്ഞോല, നമുക്ക് നബിയെ തിരിഞ്ഞിട്ടില്ല. സിദ്ദീഖുൽ അക്ബറിനോട് വരെ പറഞ്ഞു, എന്ത് ഇന്നെൻ്റെ റബ്ബല്ലാത്തൊരാൾക്ക് തിരിയില്ല. എങ്ങനെയുണ്ട്? മാറഫനി ഗൈറ റബ്ബി, എൻ്റെ റബ്ബല്ലാത്തൊരാൾക്ക് എന്നെ തിരിയില്ല. അതാണ് മുഹമ്മദ്. അന്തം വേണം, അന്തം പഠിച്ചാൽ കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വർഗ്ഗത്തിൽ കിടക്കും. നമ്മളെ അമലുകൊണ്ടല്ല കിടക്കുക, നമ്മൾ റസൂലുള്ളാഹിൻ്റെ വലുപ്പത്തിൽ പറഞ്ഞ് കിടക്കും. കാരണം റസൂലുള്ളാഹി എന്നാണ് അള്ളാഹിൻ്റെ രഹസ്യമാണ്. അതെന്താണ് അറിയില്ല, ഒരിക്കലും അറിയില്ല. ഷേഖ് റിഫായി ഷേഖിനെ അറിഞ്ഞിട്ടില്ല, പിന്നെ എനക്കും എനിക്കും. സിദ്ദീഖുൽ അക്ബറിന് അറിയില്ല. റസൂലുള്ളാഹി ആരാണെന്ന് ആർക്കറിയില്ല. സിദ്ദീഖുൽ അക്ബറിന് അറിയില്ല മോനെ. ഉവൈസ് വന്നിട്ട് പറയാണ്, അൽ റഅയ്തും റസൂലല്ലാഹ്? ഖാലു നഅം. ഖാലല്ല, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടോ? ഉവൈസ് വന്ന് ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, ഉമർ ഇബ്നുൽ ഖത്താബ് അടക്കമുള്ളവരോട്, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടോ? ഖാലു നഅം, അതെ കണ്ടു. ഫഖാലല്ല, കണ്ടിട്ടില്ല. റഅയ്തും യതീമ അബീ ത്വാലിബ്, യതീമിനെ കണ്ടു. റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. എന്താ അർത്ഥം? എന്തേ പറഞ്ഞു? നിങ്ങൾ ആരെ കണ്ടു? അബൂ താലിബിൻ്റെ യതീമിനെ കണ്ടു. അബൂ താലിബിൻ്റെ വീട്ടിൽ അബ്ദുൽ മുത്തലിബ് ഏൽപ്പിച്ച യതീമായ കുട്ടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആരെ കണ്ടിട്ടില്ല? അള്ളാഹു സുബ്ഹാനഹു കണ്ടിട്ടില്ല കേട്ടോ. ആർക്കും കാണാൻ കഴിയില്ല. എൻ്റെ ബുഖാരി മുസ്ലിമിനുണ്ട് ഈ പറഞ്ഞ വർത്താനം. പിന്നെ നമുക്കെന്ത് കാണുന്നു? എന്തുകൊണ്ടാണ് ഇവർ പറയണത്? എന്ത് പിന്നെ നമുക്കറിയാം. ഓൻ്റെ ഉള്ളു കുഫർ അല്ലെങ്കിൽ എന്താ, ഇവനെ കാഫർ എന്ന് വിളിക്കണ്ട, പക്ഷെ ഓനെ തുടങ്ങി നിസ്കരിക്കണ്ട. എന്തിനാണ് അവർ നിസ്കാരം വെറുതെ കളയുന്നത്? അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഒരു മനുഷ്യൻ്റെ പിന്നിൽ പോയി കൈയ്യട്ടണമെങ്കിൽ ഓൻ നിസ്കരിച്ചാൽ പോരാ, ഓൻ എന്താ നോക്കണം. ഓൻ്റെ കൽബിൽ അല്ലാഹു റസൂൽ ഉണ്ടാകണം. അല്ലാഹ് ഉണ്ടാവില്ല, ആരുണ്ടാകാതെ റസൂൽ ഉണ്ടാവില്ല. റസൂൽ ഉണ്ടാകാതെ ഉണ്ടാവില്ല. ഒരു കാര്യത്തിന് വേണ്ടത് ആ കാര്യത്തിൻ്റെ തഅ്ലീമ. ഇത് മുസഹഫ. ഇതിന് നമ്മൾ ആദ്യം വേണ്ടത് ഓതൽ. രണ്ടാം കാര്യം. ഒന്നാം കാര്യം തഅ്ലീം ചെയ്യാം. വായിക്കുക. എൻ്റെ പേരിൽ മുസഹഫ് പൊറുക്കുന്ന ആൾ ഞാൻ ഡൈനിങ് ടേബിൾ മുസഹഫൊക്കെ നമ്മിക്കൂല. കുട്ടികൾ ഉണ്ടല്ലോ മഗ്‌രിബിന് ശേഷം ഓതിയിട്ട് അവിടെ വെച്ചു, ഞാൻ അവിടുന്ന് പൊറുക്കും. അതിന് വെക്കുന്ന സാധനം ഉണ്ട്, അവിടെ കൊണ്ടുവയ്ക്കണം. കാരണം ചോറും കഞ്ഞിയും ചാറും വെക്കുന്ന സ്ഥലമാണ് എന്ത്? ഡൈനിങ് ടേബിൾ. മുസഹഫൊക്കെ ഉള്ളതല്ല. ഇനി അവിടെ നിന്ന് ഖുർആൻ ഒരു കൂടെ ഓത, അതിനടിയിൽ ഒരു തലക്കേണയോ ഒരു നല്ല മുസല്ലയോ വിരിപ്പോ വിരിച്ച് ബഹുമാനിച്ച് അതിൻ്റെ മേലെ കൊണ്ടുവയ്ക്കണം. അതായത് ചോറ്റും പാത്രം വെക്കും പോലെ എന്ത് വെക്കരുത്? പറ ചോറ്റും പാത്രം വെക്കും പോലെ എന്ത് വെക്കരുത്? മുസഹഫ് വെക്കരുതടാ.
ഷോറ്റ് മാത്രമാണ് ഉണ്ടാച്ചാൽ മതി. മുസാഫ് പറഞ്ഞത് അള്ളാൻ്റെ കലാമല്ലേത്. ഞാൻ നിങ്ങളോട് വലുപ്പത്തരം പറയല്ല. ഞാൻ എൻ്റെ പരിയിൽ മുസാഫ് ഓർക്കണോണി എനിക്ക് അത് കൊണ്ട് വെച്ചിട്ടല്ല ഞാൻ നടക്കൂല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നിസ്കാരക്കുപ്പായം, പെണ്ണുങ്ങൾ നിസ്കാരക്കുപ്പായം എൻ്റെ കാലിൻ്റെ ഭാഗത്തുണ്ടായിട്ട് ഉറങ്ങിയിട്ടില്ല. അത് തന്നെ അവിടെ കൊണ്ടേക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച പ്രത്യേക വസ്ത്രമാണ്. അയിമ്മൽ അല്ലാഹു തആല സ്വർഗ്ഗം തന്നെങ്കിലുണ്ട്. ഞാൻ നിസ്കാരക്കുപ്പായം, ഒരു മുസല്ല, അതിൻ്റെയൊക്കെ ബർക്കത്താണ് നോക്കിയാൽ മതി പറഞ്ഞു തരുന്നത്. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല. ഒരു നിസ്കാരക്കുപ്പായം കാൽഭാഗത്ത് ചിലപ്പോൾ ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് നിസ്കരിച്ചിട്ടൊരു പിന്നെ അവിടെ ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഒരു കസേര ഉണ്ടാവും. എന്നിട്ട് അവിടെ ആണ് ചുരുട്ടി അവിടെ വെക്കും. അതെല്ലാം പേരുടെ അവസ്ഥ അങ്ങനെയാണ്. പോലും ഓതാനൊക്കെ ഉഷാറാണ്, പക്ഷെ ബഹുമാനം അറിയില്ല. ഞാൻ അവിടുന്ന് കണ്ണിൽ കണ്ടാൽ എടുക്കും. അവിടെ ഒരാൾ കിടക്കുന്നുണ്ടെങ്കിൽ പൊടിപ്പത് വർത്താനം പറയും. എനിക്ക് എങ്ങനെ ധൈര്യം വന്ന് ഇവിടെ കിടക്കാൻ? അള്ളാഹ്ക്ക് വേണ്ടി കുമ്പിടാൻ വേണ്ടി പ്രത്യേക ഒരു വസ്ത്രമാണല്ലോ. എന്ത് അങ്ങനെ അത് തന്നെ. ഞാൻ സാധാരണ ഒരു വസ്ത്രത്തെ നിസ്കരിക്കാറില്ല. നിസ്കരിക്കാൻ വേറെ വസ്ത്രം എടുക്കും. അതാണ് അള്ളാഹു തആലക്ക് കുമ്പിടാൻ വേറെ വസ്ത്രം, നമുക്ക് നടക്കാനിരിക്കാനും വേറെ വസ്ത്രം. ഒരു മുസല്ല നമുക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു മുസല്ല ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന പണിയപ്പോൾ ഞാൻ ഈ പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഞാൻ ഇതൊക്കെ സ്ഥിരമായി ചെയ്യും. എനിക്ക് നിസ്കരിക്കാൻ 2 തുണി ഉണ്ടാവും, 3 തുണി ഉണ്ടാവും. ഒരു സ്ഥിരം എനിക്ക് വീട്ടിൽ ചെന്നാൽ 3 തുണി. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും പോകാനും വരാനും ഒക്കെ ഒരു തുണി ഉണ്ടാവും. പിന്നെ കിടക്കാൻ വേറൊരു തുണി ഉണ്ടാവും. പിന്നെ നിസ്കരിക്കാൻ ദിക്റെല്ലാനും വേറൊരു തുണി ഉണ്ടാവും. ഇന്നിപ്പോൾ അതിനൊക്കെ നമുക്ക് കയ്യോല്ലേ? എത്ര തുണിയുണ്ട്! എന്താ അങ്ങനെയൊക്കെ ചെയ്താൽ അത് വേറെ മാറ്റിട്ട് തന്നെ ചെയ്യും. എന്തുകൊണ്ട്? അത് അള്ളാഹ്ക്ക് കൊടുക്കുന്ന വസ്ത്രം വേറെ വസ്ത്രമാകണം. സാധാരണ അതിന് താഴെ ക്ലാസ്സിലെ വസ്ത്രം മതി, താഴെ ക്ലാസ്സിലെ വസ്ത്രം മതി. ഉറങ്ങുമ്പോൾ ഔറത്ത് മറയണം, അത്ര തന്നെ അത്ര മതി. അതേസമയത്ത് ആളുകളെ കാണാൻ ഒന്നും കൂടി ഭേദപ്പെട്ട വസ്ത്രമാണ്. അള്ളാഹുവിനെയും അള്ളാഹ്ക്കുള്ള ദിക്റും റസൂലുള്ളാഹിയുടെ സ്വലാത്തും ഇബാദത്തിന് വേണ്ടി ഇരിക്കുമ്പോഴും ആ വസ്ത്രം പറ്റൂല. ഇന്നിപ്പം 3 വസ്ത്രം 4 വസ്ത്രം 10 വസ്ത്രം ആക്കാനുള്ള നിഅമത്ത് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. എന്താ പ്രശ്നം? എന്താ അങ്ങനെയൊക്കെ കാണിച്ചത്? ഒരു മുസല്ല കാലിൻ്റെ ഒട്ടിലാക്കി ഉറങ്ങരുത്, ഈമാൻ നഷ്ടപ്പെടും. അള്ളാഹു കാക്കട്ടെ. കാരണം മുസല്ല പറഞ്ഞാൽ മുസല്ലയിൽ 2 വർഷം കഴിക്കരുത്. മുസല്ലയിൽ ഞാൻ ദാറുൽ ഖുർആനിൽ കർശനമായി പണ്ടേ പറയണതാണ്, മുസല്ലയിൽ 2 വർഷം കഴിക്കരുത്. കാരണം മുസല്ല ഉണ്ടാക്കിയത് എന്തിനല്ല? ഭക്ഷണം കഴിക്കാനല്ല, അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കാനാണ്. അതൊക്കെ എൻ്റെ നിയമങ്ങളാണ്, ദാറുൽ ഖുർആനിലെ നിയമം. ഇനി ഒരാൾ ഒരു മജ്ലിസിൽ ഇരിക്കും, മുസല്ലയിൽ ഞാൻ 2 വർഷം കേൾക്കില്ല, എനിക്ക് പേടിയാണ്. ഇനി ഒരാൾ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ മുസല്ല വിരിച്ചൂടെ? വിരിക്കാം, പക്ഷേ അവിടെ മക്കത്തെയോ മദീനയോ അടയാളം ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ല? ആ മുസല്ലമ്മൽ 2 അടയാളം ഉണ്ടാകരുത്. മനസ്സിലായില്ല? മനസ്സിലായില്ല? എന്തടയാളം ഉണ്ടാകരുത്? മക്കയുടെ അടയാളോ മദീനയുടെ അടയാളോ ബൈത്തുൽ മുഖദ്ദസിന്റെ അടയാളം ഉണ്ടാകരുത്. കാരണം അത് മുഅല്ലമാണ്, അതിൻ്റെ അടയാളം പോലും മുഅല്ലമാണ്. ഫോട്ടോ മുഅല്ലമാണ്. കഅബാലയം മുഅല്ലമാണെങ്കിൽ ഫോട്ടോ മുഅല്ലമല്ലേ? പറഞ്ഞ മനസ്സിലായില്ല? ബഹുമാനിക്കപ്പെട്ട സാധനമല്ലേ, മാറ്റമാക്കപ്പെട്ട സാധനമല്ലേ കഅബ? എങ്കിൽ എന്തും മാറ്റം തന്നെയാണ്. കഅബിന്റെ ചിത്രം അവിടെ ചവിട്ടരുത്. നിസ്കരിക്കുമ്പോൾ ഉപയോഗിക്കാനാണത്. ഇത് ചോറ് നാളെ വിരിക്കുക, അവിടെ തിന്ന. അത്ര പേടിക്കേണ്ട വേറെ കാര്യമല്ല. ഇന്നിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ സർവ്വസാധാരണ. നമ്മൾ താഴെയൊക്കെ വിരിച്ചാണ് താഴെ വശം കഴിക്കും, സുന്നത്ത് അല്ല തന്നെ. പക്ഷെ എന്ത് വിരിക്കരുത്? മുസല്ല ഇരിക്കരുത്. മുസല്ല എനിക്ക് തിന്നാണ്ടാക്കിയതല്ല, മുസല്ല അള്ളാഹ്ക്ക് ഇബാദത്ത് ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടത് അദബ ആണോ? അല്ലേ? നിസ്കാരം നോൻപൊക്കെ ഉണ്ട്, എന്തില്ല? അദബ് എന്ന് പറഞ്ഞ സാധനമില്ല. എന്താണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ? അതൊക്കെ ശ്രദ്ധിച്ചാൽ അപ്പോൾ ഓരോന്നിനും അതിൻ്റെ മഹത്വമുണ്ട്. ആ മഹത്വം ഇതിപ്പോൾ ഒരു ബുക്കാണ് മനസ്സിലാക്കി. ഇത് അള്ളാഹിൻ്റെ കലാമല്ലേ? ഇത് സാധാരണയാണോ? അള്ളാഹിൻ്റെ ഒരു കലാമല്ലേ? ഇതിപ്പോൾ എനിക്ക് പീടിയിൽ നിന്ന് പൈസ കൊടുത്താൽ കിട്ടും. ആ പൈസ ഈ ലോകം മുഴുവൻ കൂട്ടിയാൽ അതിൻ്റെ ഒരു ഹർഫിന് വില ഉണ്ടോ?
മനസ്സിലാണ്ട് പറഞ്ഞത് 19-ാം നൂറ്റാണ്ടിലാണ് ഖുർആൻ അച്ചടിക്കാൻ തുടങ്ങിയത്. ഖലീഫ സമ്മതിക്കൂല, ഖുർആൻ അച്ചടിക്കാൻ സമ്മതിക്കൂല. ഖുർആൻ എഴുതാനാ പറയാം. ലോകത്തെ അവസാനമായി അച്ചടിച്ച വേദഗ്രന്ഥം ഖുർആനാണ്. മനസ്സിലായില്ല? കേട്ടോളി. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചിട്ട് നൂറ്റാണ്ടുകൾ അച്ചടി യന്ത്രത്തിൽ മുസാഫ് അച്ചടിച്ചില്ല. മഖ്തൂത്താത്തായി ഹത്ത് കൊണ്ട് എഴുതുക അങ്ങനെ ഹത്താത്തിങ്ങളുണ്ടായിരുന്നു ഓരോ നാട്ടിലും ഖുർആൻ എഴുതാൻ. വലിയ പൈസ കൊടുക്കണം എഴുതണം. കാരണം ഒരു മനുഷ്യനൊരു ഖുർആൻ എഴുതി 1 കൊല്ലോ 1.5 കൊല്ലം രാവും പകലും പണിയെടുത്താണ്ടാണ് ഒരു ഖുർആൻ മുസാഫ് എഴുതിൻ്റെ ഒക്കെ. അപ്പോൾ അതിന് വലിയ പൈസ കൊടുക്കണം. ഒരു നാട്ടിൽ ഏറ്റവും വിലയുള്ള സാധനം അക്കാലത്തെ ഖുർആനായിരുന്നു. ഇന്ന് നാട്ടിൽ തീരെ വിലയില്ലാത്ത സാധനം ഖുർആനാണ്. നിങ്ങളെന്തൊക്കെ മനസ്സിലാക്കാത്തത്? ഇന്ന് ഒരു വിലയില്ലല്ലോ. കാരണം ഉള്ള ടീ പോയിന്റ് അവിടെ ഇവിടെയൊക്കെ കിടക്കും. ഏത് കക്കൂസിക്ക് പോകുന്നിടത്തുള്ള തരിപ്പുമ്മലും എന്തുണ്ടാവും? മുസാഫ് ഉണ്ടാവും. ഉമ്രക്ക് പോയാൽ ഒരു മുസാഫ് വെറുതെ കിട്ടും. വെറുതെ എങ്ങനെ കിട്ടും? 10 ഉമ്രക്ക് പോയാൽ 10 മുസാഫായി. ഹജ്ജിന് പോയവർക്ക് മുസാഫ് വെറുതെ, ഉമ്രക്ക് പോയാൽ മുസാഫ് വെറുതെ. മനസ്സിലാണ്ട് പറഞ്ഞപ്പോൾ വളരെ അങ്ങനെ ആയപ്പോൾ അതിന് വിലയില്ലാതെയായി. ഖലീഫ സമ്മതിച്ചില്ല, തുർക്കി ഖലീഫമാർ സമ്മതിച്ചില്ല മുസാഫ് അച്ചടിക്കാൻ. അവസാനം യൂറോപ്പിൽ ഒരു വലിയ ജനത ഇസ്ലാമിലേക്ക് വന്നു. അവർക്ക് ഖുർആൻ പഠിക്കണം, അറബി പഠിക്കണം. അതൊക്കെ അവർ വേഗം പഠിച്ചു. പിന്നെ ഓതാൻ നോക്കുമ്പോൾ മുസാഫ് കിട്ടാനില്ല. അപ്പോഴാണ് തുർക്കി ഖലീഫ എന്ത് ചെയ്തത്? എന്നാ മുസാഫ് അച്ചടിച്ചോളൂ എന്ന് പറഞ്ഞ 19-ാം നൂറ്റാണ്ടിലാണ്. അതുവരെ മുസ്ലിമീങ്ങൾ ഖുർആൻ അച്ചടിച്ചില്ല. അതിൻ്റെ മുമ്പ് യൂറോപ്യന്മാരായ ചില ആളുകൾ മുസാഫ് അച്ചടിച്ചിട്ട് മൊറോക്കോയിലേക്ക് വിൽക്കാൻ കൊണ്ടുപോയിട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് ഒറ്റ മുസാഫ് വിറ്റില്ല, തിരിച്ചുകൊണ്ട്. അത് ഞങ്ങൾ വാങ്ങൂലായിരുന്നു. മനസ്സിലായില്ല? ലോകത്താദ്യമായി ഖുർആൻ അച്ചടിച്ച മുസ്ലിമീങ്ങളും അല്ല. മനസ്സിലാണ്ട് പറയുന്നത് യൂറോപ്യന്മാരാണ്. ആദ്യം അതൊന്നും ഞാൻ പറയുന്നില്ല. യൂറോപ്യന്മാരാണ് മുസാഫ് അച്ചടിച്ച്, മുസ്ലിങ്ങളല്ല. എന്നിട്ട് അത് വിൽക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ വലിയ ഇഷ്ടപ്പെട്ട സാധനമാണെന്ന് ഇവർക്കറിയാം യൂറോപ്യന്മാർക്ക്. അപ്പോൾ ഒരു കച്ചവട ചരക്ക് എന്ന നിലയിൽ അവരത് മൊറോക്കോയിൽ കൊണ്ടുവന്നു. മൊറോക്കോയിൽ കൊണ്ടുവന്നിട്ട് അത് വിൽപ്പന നടത്താൻ മാർക്കറ്റിൽ വെച്ചിട്ട് വൈകുന്നേരം വരെ വെച്ചിട്ട് ഒരു മുസാഫ് ആരും വാങ്ങിയില്ല. എന്തുകൊണ്ട്? ആ മുസാഫിൽക്ക് ഇഷ്ടമല്ലേ. മുസാഫ് എഴുതൽ ഖത്താത്തിങ്ങളാണ്, ഇങ്ങനെ എഴുതും. അപ്പോൾ ഒരു കൊല്ലത്തെ ഒരു മനുഷ്യൻ്റെ ദിവസക്കൂലി കൂട്ടി കൊടുക്കണം. എന്തിന്? മുസാഫിന്. ഭയങ്കര വില. അതിന് വലിയാണ്. ഒരു വീട്ടിൽ ഒരാൾ കയ്യാൻ കാത്തിരിക്കും അടുത്ത ആൾ ഓതാൻ. ഇന്നിപ്പോൾ ആരും ഓതൂല, കാരണം ഇഷ്ടം പോലെ എന്തുണ്ട്. ഇപ്പം മുസാഫിന് ഊഴം വെക്കും അക്കാലത്ത് വീടുകളിൽ. എനിക്ക് എത്ര മണിക്ക്, നിങ്ങൾക്ക് എത്ര മണിക്ക്, മറ്റെത്ര മണിക്ക്. ഇപ്പോൾ അവിടെ ഓത്താൻ കഴിഞ്ഞാൽ മറ്റൊന്ന് പറയും, വേണമെങ്കിൽ ഓതിക്കോ. ഒരു വീട്ടിൽ മുസാഫ് ഉണ്ടെങ്കിൽ അടുത്ത വീട്ടുകാർ വന്ന് കാത്തിരിക്കും. ഓത്ത് കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് അടുത്ത വീട്ടിൽ ഓതാൻ കാത്തങ്ങനെ ഇറയത്തിക്കും. ഒരു മുസാഫ് ഓതി കഴിഞ്ഞ് കൊണ്ടുപോകാൻ. കാരണം മുസാഫ് നാട്ടിലില്ല, എഴുത്താരെഴുതണം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ നമ്മളെ വീടുകളിൽ ഏറ്റവും കൂടുതലുള്ള സാധനമാണ് എന്ത്? പക്ഷെ ഒരു വിലയാനില്ല. എന്ത് വിലയുള്ളത്? അതുകൊണ്ട് തന്നെ നമുക്കത് നഷ്ടപ്പെട്ടു. ഒരു സാധനത്തിന് ആദ്യം ചെയ്യേണ്ടത് തളീമാണ്. മനസ്സിലായി? തളീം മാറ്റവൽക്കരിക്കുക. ഒരു പട്ടാളക്കാരൻ്റെ പ്രാഥമിക നിയമം എന്താ? ഓഫീസറെ ബഹുമാനിക്കണം. ഓഫീസറെ ബഹുമാനിക്കലാണ് പട്ടാളക്കാരൻ ആദ്യം ചെയ്യേണ്ടത്. ഒരു പോലീസുകാരൻ ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യം എന്താ? എസ് ഐനെ ബഹുമാനിക്കണം. എന്തേ അങ്ങനെയാണോ? പോലീസുകാർ മുഴുവൻ മന്ത്രിനെ ബഹുമാനിക്കണം. എല്ലാ മന്ത്രിയും മുഖ്യമന്ത്രിനെ ബഹുമാനിക്കണം. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയും ബഹുമാനിക്കണം. ഇതാണ് വളരെ. അങ്ങനെങ്കിൽ ആ നാട് നന്നായി പോകുള്ളൂ. പ്രധാനമന്ത്രി വരുന്ന സമയത്ത് ഔദ്യോഗിക സന്ദർശനത്തിന്, രാഷ്ട്രീയ സന്ദർശനം എന്ന നിലക്കല്ല, ഔദ്യോഗിക സന്ദർശനമായി പ്രധാനമന്ത്രി കേരളത്തിൽ വരികയാണെങ്കിൽ എന്താ പറയുക, എയർപോർട്ടിലേക്ക് പോകേണ്ടതാരാ? ആരാ? മുഖ്യമന്ത്രി ഗവർണറും സ്വീകരിച്ചുകൊണ്ടിരണം. ഇല്ലെങ്കിൽ തിരിച്ചടി പോവും. കാരണം ബഹുമാനിക്കൽ ഏത് ജനതയിലും പ്രധാനപ്പെട്ട കാര്യം എന്താ? ബഹുമാനിക്കലാണ്. അത് രാഷ്ട്രീയവും മതവും പോലും അതിന് ബാധകമല്ല. ഏതൊന്നിലും അടിസ്ഥാനം ബഹുമാനിക്കണം. ഒരു സമൂഹം ഒരു വൃത്തിയായി പോകണമെങ്കിൽ താഴെയുള്ളവർ മേലുള്ളവരെ ബഹുമാനിക്കണം.
ഇതുപോലെയാണ് നമ്മളെ ദീന് വന്നത്. ഇപ്പം ഈ വഹാബിയത്തൊക്കെ വന്നപ്പോൾ നമ്മളെ ദീനിൽ നിന്ന് എന്തെടുത്തു പോയി? ബഹുമാനം എന്ന സാധനം എടുത്തു, അത് എടുത്തുപോയി. ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ. കേട്ടി മാനം മുസ്ലിയാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മ വസ്ത്രം പിഞ്ഞിട്ടാണ് ഉമ്മാക്ക് എങ്ങനെയോ കുറി കിട്ടിയിട്ട് ഒരു വസ്ത്രം എടുക്കാൻ വേണ്ടി ടൈലർ അടുത്ത് നിൽക്കുക, അളവ് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അപ്പുറത്ത് മദ്രസ ഉണ്ട്. അന്ന് മദ്രസ ലീവ് ആക്കിയിട്ട് കുട്ടി പിഞ്ഞ വസ്ത്രത്തിന് പകരം പുതിയൊരു വസ്ത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മാക്ക് കിട്ടിയ ഒരു പൈസ കൊണ്ട് തുണിശീല വാങ്ങിയിട്ട് ടൈലർ അടുത്തേക്ക് പോയി. മോനോലിയെ പറ്റിയാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞത്. അങ്ങനെ ടൈലറിൻ്റെ കടയിൽ പോയി നിന്ന് അളവെടുക്കേണ്ട സമയത്ത് ഉസ്താദ് അതിലെ വന്നു. അപ്പോൾ അവൻ മദ്രസയില്ല, ഉമ്മാൻ്റെ അടുത്ത്. അപ്പോൾ പുല്ലാണിക്കാട്ടിൽ നിന്ന് വടിയടിച്ചു. ആര്? ഉസ്താദ്. മദ്രസ നടക്കണ നേരത്തെ ഇതിലെ കുതിര വിട്ട് കിടക്കുകയാണ്, അവിടെ ഇട്ടടിച്ചു. ആര്? ഉസ്താദ്. ആരെ അടുത്തുനിന്ന്? ഞാൻ പിന്നെ തല്ലട്ടെന്ന് ചോദ്യമല്ല. ആ കുട്ടികൾ അങ്ങനെ ആവുള്ളൂ. ആ കുട്ടികളവിടെ കണ്ണിയത്തും മാനൂലിയൊക്കെ ആക്കുക. നമ്മളെ കുട്ടികളാവൂല. എന്തുകൊണ്ട്? ഒരാൾക്ക് ആദ്യം അമ്മ പറഞ്ഞോ നിങ്ങൾ എൻ്റെ അടുത്ത് എൻ്റെ കുട്ടീനെ തല്ലാണ്. ഉമ്മാക്കൊണ്ട് കുട്ടി എന്നാലാണ്